ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ 9ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് നേടാൻ കഴിയുന്ന ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാണ്. KSIDCയിൽ അറ്റൻഡർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷിക്കേണ്ട സമയത്ത് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, കൂടാതെ ഇതിൻ്റെ ശമ്പളം എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള സർക്കാരിന് കീഴിൽ മിനിമം 9ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി നേടാൻ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത്. കേരള PSC നേരിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 ഓഗസ്റ്റ് 14 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് എല്ലാ പ്രായക്കാർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരും കൂടി ആയിരിക്കണം. ഇതിൽ സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 9ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. കൂടാതെ സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവരും കൂടി ആയിരിക്കണം. ഇതിൽ വനിതകൾക്കും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും ചെറിയ ഇളവുണ്ട്. അവർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയണമെന്നില്ല. ഇനി ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ടത് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ്. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2024 ശേഷം എടുത്തതായിരിക്കണം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പിയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 വരെയാണ്. ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.